ये मदर टंग से अच्छा अदर टंग है। ആമേൻ ഹല്ലേലൂയ. മാതൃഭാഷയേക്കാൾ ഏറ്റവും നല്ലതാണ് അന്യഭാഷ. हालेलुया ഹല്ലേലൂയ. ये अन्य भाषा किसी को समझ में नहीं आता पास्टर। അന്യഭാഷ ആർക്കും മനസ്സിലാകത്തില്ല പാസ്റ്റർ. शैतान को भी समझ में नहीं आता। പിശാചിനോട് മനസ്സിലാകത്തില്ല. ये खाली परमेश्वर का समझ में आता है। അത് ദൈവത്തിന് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. तो आप अन्य भाषा में जब प्रार्थना करेंगे, നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ आपकी आत्मा प्रार्थना करता है। നിങ്ങളുടെ ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത്. अभी आप प्रार्थना करते तो നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ आपकी आप जरूरत को प्रार्थना करेंगे। നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാനുഷികമായി പ്രാർത്ഥിക്കും. हाँ, लेकिन आप आत्मा में जब प्रार्थना करते हैं, നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ आपको नहीं मालूम आप क्या प्रार्थना करते हैं। നിങ്ങൾക്ക് പോലും അറിയില്ല നിങ്ങൾ എന്താ പ്രാർത്ഥിക്കുന്നതെന്ന്. लेकिन पवित्र आत्मा നിങ്ങൾ പരിശുദ്ധാത്മാവ് आपको जो जरूरतें है നിങ്ങളുടെ ആവശ്യങ്ങൾ उससे ज्यादा അതിനേക്കാൾ അധികം परमेश्वर तुम्हें क्या देना चाहता है പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അധികമായി ചെയ്തു തരും. वो तुमसे प्रार्थना कराता है। അത് നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. हालेलुया। ഹല്ലേലൂയ. कलीसिया अन्य भाषा जब प्रार्थना करता है, ഒരു സഭ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ हो सकता है कि तुम्हारे लिए नहीं प्रार्थना कर रहे हैं। നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കില്ല ഒരു പക്ഷേ പ്രാർത്ഥിക്കുന്നത്. यीशु मसीह को नहीं जानने वाले हमारे भाई के लिए प्रार्थना कर रहे होंगे। യേശു ക്രിസ്തുവിനെ അറിയാത്ത ഒരു പക്ഷേ സഹോദരന് വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. हमें कन्नड़ा की बहुत सारे स्टेट्स के लिए प्रार्थना कर रहे होंगे। കർണാടകത്തിലെ ഒരുപാട് ഡിസ്ട്രിക്റ്റിന് വേണ്ടി നമ്മൾ बहुत പ്രാർത്ഥിക്കുന്നവരായിരിക്കും. सारे लोग पीड़ित है वहाँ पे। ഒരുപാട് ജനങ്ങൾ പീഡിപ്പിക്കപ്പെട്ടവരുണ്ട്. बहुत सारे प्रभु की दास लोग प्रोसिक्यूशन अनुभव किए हैं। ഒരുപാട് ദിവസമാ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. बहुत सारे लोग हैं। ഒരുപാട് ദിവസന്മാരുണ്ട്. हो सकता है कि आप अन्य भाषा में प्रार्थना कर रहे हैं, നമ്മൾ ഒരു ഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ उनके लिए प्रार्थना कर रहे हो। നമ്മൾ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്.